ഇന്ന് മൂന്നാർ പോവാട്ടോ നമുക്ക്. മൂന്നാർ എന്ന് പേര് വരാൻ കാരണം എന്താണെന്നറിയോ? മൂന്ന് ആറുകളുടെ സംഗമ സ്ഥാനാണ് മൂന്നാർ. അത് ഏതൊക്കെയാണ് ആറുകളെന്ന് ഉള്ളത് ഞാൻ പറയാം. ഒന്ന് മുതിരപ്പുഴ, പിന്നെ നല്ല തണ്ണി, പിന്നെ കുണ്ടള. ഈ മൂന്ന് ആറുകളാണ് കേട്ടോ. ഇവിടുത്തെ പ്രധാന ആകർഷണം എന്ന് പറയുന്നത് പുൽമേടുകളും തേയിലത്തോട്ടങ്ങളും നിറഞ്ഞു നിൽക്കുന്ന ആ പ്രകൃതിയുടെ ഒരു ഭംഗിയാണ്. ഇവിടെ 12 വർഷത്തിലൊരിക്കൽ പിന്നെ നീലക്കുറിഞ്ഞി പൂക്കും. അപ്പൊ നീലക്കുറിഞ്ഞി പൂക്കുമ്പോ പുൽമേടുകൾ മൊത്തം നീല നിറമായിരിക്കും. അവസാനമായിട്ട് 2018-ലാണ് നീലക്കുറിഞ്ഞി പൂത്തതെന്നാണ് അറിഞ്ഞിട്ടുള്ളത്. ഇനിയിപ്പോ ഇവിടുത്തെ കണക്കനുസരിച്ച് ഇനി 2030-ലാണ് ഈ കുറിഞ്ഞി പൂക്കുക. ഇവിടെ വഴിയരികിലായിട്ട് ഒരു ചെറിയ പള്ളി പോലെ ഉണ്ട് കേട്ടോ. ഇവിടെയുള്ളവരുടെ ആരാധനാലയമാണ്. ഇവിടുത്തെ ക്രിസ്ത്യൻസ് പോകുന്ന പള്ളിയാണ്. ചെറിയൊരു പള്ളി കേട്ടോ. ഇവിടെ ഇത്രയൊക്കെ ഉണ്ടാവുള്ളൂ. നമ്മളുടെ അവിടുത്തെ പോലെ വലിയ ചർച്ചൊന്നും ഇവിടെ ഇല്ല. ഇനി നമുക്ക് പോകുന്നത് നമ്മള് ഒരു ഡാം കാണാം. ഇടുക്കി ജില്ലയിലെ മൂന്നാറിന് സമീപം ദേവികുളം പഞ്ചായത്തിലുള്ള മാട്ടുപ്പെട്ടിയിൽ ചിത്തിരപ്പുരം ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഡാമാണിത്. ഇതിന്റെ പേര് മാട്ടുപ്പെട്ടി അണക്കെട്ട്. ഇനി നമ്മൾ ടോപ്പ് സ്റ്റേഷനിലേക്ക് പോകുമ്പോഴാണ് ഈ സ്ഥലം കാണുന്നത്. ഇത് എക്കോ പോയിന്റ് എന്ന് പറയും കേട്ടോ. ഇത് 1700 മീറ്റർ ഉയരത്തിലുള്ള ടോപ്പ് സ്റ്റേഷനിലേക്ക് പോണ വഴിയിലുള്ള ഒരു സ്ഥലമാണ്. ഇവിടെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ ശബ്ദം പുറപ്പെടുവിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ എക്കോ ഇങ്ങനെ മുഴങ്ങി കേൾക്കാം നമുക്ക് ഇവിടെ നിന്ന്. ക്രിസ്റ്റൽ വാട്ടർഫോൾസ് കേട്ടോ ഇതിന്റെ പേര്. ഇത് മൂന്നാറ് ബസ് സ്റ്റേഷനിൽ നിന്ന് 19 കിലോമീറ്റർ അകലെയായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് മൂന്നാറിലെ ഡെസ്റ്റിനേഷനിൽ വെച്ചിട്ട് ഏറ്റവും മനോഹരമായിട്ടൊരു വാട്ടർഫോളാണ്. അത്ര ഡേഞ്ചറസ് എന്ന് പറയാൻ പറ്റില്ല, എന്നാലും ഇവിടെ അത്യാവശ്യം നല്ല സേഫ്റ്റി പ്രിക്കോഷൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ സിപ്പ് ലൈൻ പോലെയുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട് കേട്ടോ. അത് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് നമുക്ക് അത് ബുക്ക് ചെയ്തിട്ട് അത് ചെയ്യാനുള്ള സൗകര്യമൊക്കെ ഇവിടെ ഉണ്ട്. ഇനി നമ്മൾ പോകുന്നത് റോസ് ഗാർഡനിലേക്കാണ്. മൂന്നാറിലുള്ള റോസ് ഗാർഡൻ. ഇത് മൂന്നാറ് ടൗണിൽ നിന്ന് 2 കിലോമീറ്ററേ ഉള്ളൂ. നാഷണൽ ഹൈവേ 49-ല് സമീപത്തായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇതിന്റെ ടോട്ടൽ ഏരിയ ഏകദേശം 2 ഏക്കറോളം വരും. ഇതിൽ മെയിനായിട്ട് റോസപ്പൂക്കളാണ് ഏറ്റവും കൂടുതൽ കേട്ടോ. അതുകൂടാതെ മറ്റുള്ള പലതരം ചെടികളും ആകർഷണീയമായ രീതിയിൽ വെച്ചുപിടിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ എൻട്രി ടൈം വരുന്നത് 8 തൊട്ട് 5 വരെയാണ്. എൻട്രി ഫീയും ഉണ്ട് കേട്ടോ. ഇനി പോകുന്നത് നമ്മൾ ഇരവിക്കുളം ദേശീയോദ്യാനം കാണാനാണ് കേട്ടോ. ഇവിടെ നമ്മൾ അടിയിൽ തന്നെ ടിക്കറ്റ് ഒക്കെ എടുത്തിട്ട് അവരുടെ പ്രത്യേകം സജ്ജീകരിച്ചിട്ടുള്ള വണ്ടിയിൽ നമ്മളെ മുകളിൽ ഒരു പരിധി വരെ കൊണ്ടുപോകും. അവിടെ നമ്മളെ ഡ്രോപ്പ് ചെയ്യും. അവിടുന്ന് പിന്നെ നമ്മൾ മുകളിലേക്ക് നടന്ന് തന്നെ പോണം കേട്ടോ. ഇവിടുത്തെ പ്രധാന അട്രാക്ഷൻ എന്ന് പറയുന്നത് വംശനാശം നേരിടുന്ന വരയാടുകളാണ്. അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക സംരക്ഷിത മേഖലയായിട്ടാണ് ഈ ഇരവികുളം നാഷണൽ പാർക്കിനെ കാണുന്നത് കേട്ടോ. 97 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതി ഉണ്ടെന്നാണ് പറയണത് ഈ സംരക്ഷിത മേഖലയ്ക്ക്. പിന്നെ ഇവിടെ മെയിനായിട്ട് 12 വർഷം കൂടുമ്പോൾ നീലക്കുറിഞ്ഞി പൂക്കും. അപ്പോൾ സഞ്ചാരികള് കണ്ടമാനം, അതായത് ഇപ്പൊ വരുന്നതിന്റെ ഒരു 10 ഇരട്ടിയെങ്കിലും ആൾക്കാർ ഇവിടെ വന്ന് അത് കണ്ടു പോകുന്നുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത് കേട്ടോ. ഇവിടേക്ക് പോകുന്ന വഴികളൊക്കെ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. സഞ്ചാരികൾക്ക് ആകർഷണീയത തോന്നുന്ന രീതിയിലുള്ള കവാടങ്ങളും മറ്റും അവര് ആർട്ടിഫിഷ്യൽ ആക്കിയിട്ട് ഉണ്ടാക്കി. വരയാടുകളെ കണ്ടോളൂ കേട്ടോ. ഇതാണ് വരയാടുകള്. മുകളിലേക്ക് നമ്മൾ കയറി ചെല്ലും തോറും നിറയെ കോട ഇങ്ങനെ ചെറുതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. വരയാടുകൾ ഇവിടെയും കുറെ കാണുന്നുണ്ട്. ഏറ്റവും മുകളിൽ എത്തുമ്പോൾ നല്ല കോടയാണ്. ഇതുപോലെ ആ കോടയില് ഈ ചുറ്റുള്ള പ്രദേശം കാണാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും മനോഹരം എന്ന് പറഞ്ഞാൽ തീരില്ല. അത്രയും ഭംഗിയും നമുക്ക് അവിടുത്തെ ആ ഒരു അറ്റ്മോസ്ഫിയർ വളരെ സന്തോഷം നൽകുന്ന ഒരു അറ്റ്മോസ്ഫിയർ ആണ് കേട്ടോ. എനിക്കൊക്കെ അവിടെ പോയിട്ട് ഇങ്ങോട്ട് തിരിച്ചു വരാൻ തോന്നിയില്ല, അവിടെ നിന്ന് ഇറങ്ങാൻ തോന്നിയില്ല.
പക്ഷെ നമുക്ക് തിരിച്ചു പോകണമെന്നുണ്ടെങ്കിൽ അവരുടെ ഫോറസ്റ്റിന്റെ വണ്ടി അവിടെ താഴെ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. അതിൽ തന്നെയാണ് നമുക്ക് തിരിച്ച് താഴേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മളൊരു നിശ്ചിത സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചു ചെല്ലണം. ഞങ്ങളാണെന്നുണ്ടെങ്കിൽ ഒരു ഉച്ച കഴിഞ്ഞിട്ടാണ് ഇവിടെ കയറി ചെന്നത്. അപ്പൊ നമുക്ക് 5 മണിക്ക് മുന്നേ താഴെ എത്തുന്ന രീതിയിൽ ഇവിടെ നിന്ന് ഇറങ്ങണം. അപ്പോ പോയി എന്നേ പറ്റുള്ളൂ. ഞങ്ങള് കുറച്ചു നേരം ഇവിടെ ചെലവഴിച്ചിട്ട് തിരിച്ച് പോയി. ഞങ്ങൾ പിന്നെ ഇവിടെ താമസിച്ചത് ബ്രക്കനൽ ഫോറസ്റ്റ് എന്ന് പറയുന്ന ഒരു റിസോർട്ടിലാണ് കേട്ടോ. അത് അത്യാവശ്യം നല്ല അടിപൊളിയാണ്, അടിപൊളി വൈബാണ്. ഇതിന്റെ ഓരോ കോട്ടേജുകളും അടിപൊളിയാണ് കേട്ടോ. ഈ കോട്ടേജിലാണ് ഞാൻ താമസിച്ചിട്ടുണ്ടായിരുന്നത്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു അവിടുത്തെ ആ ഒരു അറ്റ്മോസ്ഫിയറും കോട്ടേജും എല്ലാം. പിന്നെ ഞാൻ വരുന്ന വഴിയിൽ കണ്ടതാണ് ചീയപ്പാറ വാട്ടർഫോൾസ്. ഇതൊരു 1000 ഫീറ്റ് ഉയരത്തിൽ നിന്നാണ് ഈ വെള്ളം താഴേക്ക് വീണുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇത് നമ്മൾ മൂന്നാർക്ക് വരുന്ന വഴിയില് അടിമാലി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായല്ലോ അല്ലേ? ഓക്കെ, താങ്ക് യു.